ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ആ, നമ്മുടെ എക്സാമുകൾക്ക് എപ്പോഴും ചോദിച്ചു കാണാറുള്ള സാധനമാണ് ദിവാനൈ എന്ന് പറയുന്ന ടീം വെച്ചിട്ടുള്ള ഐറ്റം. അതായിരിക്കും നമ്മൾ നോക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ കോഡുകൾ വെച്ചിട്ടായിരിക്കും നോക്കുന്നത്. ആ, ചിലവർ കോഡ് വെച്ച് പലർക്കും നമുക്ക് പല രീതിയിൽ പഠിക്കാം അല്ലേ. ചിലവർക്ക് കോഡ് വെച്ചിട്ട് പഠിക്കും, ചിലവരാണെങ്കിൽ കാണാതെ പഠിക്കും, ചിലവർ എഴുതി പഠിക്കും. അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്യും. നമ്മളിപ്പോൾ ഇതിനകത്ത് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് വെച്ചിട്ടുള്ളതാണ്. അതായത് കോഡ് വെച്ചുള്ളത് ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാകത്തില്ല അല്ലേ. ചിലവർ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളെല്ലാവരും കുൻഫയ എന്ന് പറയുന്ന പാട്ട് കേട്ടിട്ടുണ്ടാവും. ഉറപ്പായിട്ട് എല്ലാ ആമ്പിള്ളേരും കേട്ടിട്ടുണ്ടാവും കുൻഫയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല, ഇല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് പോയി ശ്രദ്ധിക്കുക. നിങ്ങൾ ആ പാട്ട് തുടങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ പാട്ട് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാ നിസാമുദ്ദീൻ ഓലിയ എന്ന് പറഞ്ഞ. ഓക്കെ. ഈ യാ നിസാമുദ്ദീൻ ഓലിയ അല്ലെങ്കിൽ നിസാമുദ്ദീൻ ഓലിയ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ഒരു സൂഫി സെയിന്റിന്റെ പേരാണ്. ഓക്കെ. ചിസ്തി സിൽസിലയുടെ ഒരു സൂഫി സെയിന്റിന്റെ പേരാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്യണമെന്നില്ല. ചില സാധനങ്ങളൊക്കെ നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടും അല്ലേ. ചില സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട് കിട്ടും. അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. അതൊക്കെ നമുക്ക് വിട്ടേക്കാം, നമുക്ക് നോക്കാം. അപ്പോൾ സെൻട്രൽ ഡിപ്പാർട്ട്മെന്റുകളാണ്. സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ആലോചിക്കേണ്ട. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റിൽ തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, PW ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അങ്ങനെ ഈ ഡൽഹി സുൽത്താനേറ്റിന്റെ ടൈമിൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇന്ത്യയിലുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇന്നതാണ് സാധനം എന്ന് അറിയത്തില്ലായിരിക്കും. മിക്കപ്പോഴും കാണുന്ന ഒരു വേർഡാണ് ദിവാൻ ദിവാൻ ഐ. എന്നിട്ട് ബാക്കി കൂട്ടത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ കാണും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചില ഡിപ്പാർട്ട്മെന്റുകൾ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുണ്ടാവും. ഓക്കെ. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുണ്ടാവും, പിന്നെ അവരുടെ വർക്ക് എന്താണ്. അതുവഴി ഇത് രണ്ടിനെയും കണക്ട് ചെയ്തിട്ടാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, തുടങ്ങാം. അപ്പോൾ ദിവാനെ റിസാലത്ത്, ദിവാനെ റിസാലത്ത്, ദിവാനെ റിസാലത്ത് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെക്കാം. അലാവുദ്ദീൻ ഖിൽജിന്റെ ടൈമിൽ അങ്ങേര് ഭയങ്കരമായിട്ട് എന്താ പറയാ, എക്സ്പെഡീഷൻ ഒക്കെ നടത്തിയിട്ട് ഈ രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഈ വെട്ടിപ്പിടിക്കുന്ന രാജ്യങ്ങളിലുള്ള ഒരു അപ്പീൽ ചെയ്യുക, എൻ്റെ പൊന്നളിയ വിട്ടളിയ, മതി 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 എന്ന് പറഞ്ഞ അപ്പീൽ ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ദിവാനെ റിസാലത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അപ്പീൽസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അപ്പീൽസ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അപ്പീൽസ് അവരുടെ ഫംഗ്ഷൻ ആണ് ഈ ഉദ്ദേശിക്കുന്നത്. ഒരു സൈഡിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പേര്, മറ്റു സൈഡിൽ ഞാൻ എഴുതിയിരിക്കുന്ന അവരുടെ ഫംഗ്ഷൻ. ഓക്കെ. ഖിൽജീനെ ഓർക്കുക, ക്രൂരനായിരുന്നു. അപ്പോൾ വെട്ടിപ്പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് റിപ്പീറ്റ് അടിച്ച് വെട്ടിപ്പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് റിപ്പീറ്റ് അടിച്ച് സോ റിസാലത്ത്. ഒരു ഇവിടെ ഒരു വസീറത്ത് ഉണ്ട്, അത് ഞാൻ പിന്നീട് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്ത് ചെയ്യും? അളിയളിയ വിടളിയ, ഞാൻ അപ്പീൽ ചെയ്യുക, വിടളിയ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പറയും. അതൊക്കെ. അടുത്ത നോക്കുവാണെങ്കിൽ ദിവാനെ അരസ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, അരസൻ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. തമിഴ്നാട്ടിലൊക്കെ അരസൻ എന്ന് പറയുമ്പോൾ രാജാവെന്നല്ലേ. രാജാവിന് രാജ്യം ഭരിക്കണമെങ്കിൽ ബലം വേണം. രാജാവിന് രാജ്യം ഭരിക്കണമെങ്കിൽ ബലം വേണം. ബലം വേണമെങ്കിൽ നല്ല മിലിറ്ററി വേണം. ബലം വേണമെങ്കിൽ അരസന് രാജ്യം ഭരിക്കാൻ മിലിറ്ററി വേണം. സോ മിലിറ്ററി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി ആണ് ഏതെന്ന് പറയുന്ന ദിവാനെ അർസ്. ഇനി ബലം വേണമെന്ന് പറഞ്ഞു, സോ ബെൽബാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബെൽബാനൊക്കെ ആരാന്ന് അറിയാലോ. ലാസ്റ്റ് ആരാന്നൊന്ന് ചോദിച്ചു കളഞ്ഞേക്കല്ലേ. ഓക്കെ. ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദിവാനെ മന്ദാഗൻ. ഇങ്ങനെ വിചാരിക്കുക, ബന്ധിച്ചിരിക്കുവാണ്, ബന്ധിച്ചിരിക്കുവാണ്. സോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്ലേവ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്ലേവ്. ഫിറോഷ തുഗ്ലക് ആണ്. നമുക്ക് ഫിറോഷ തുഗ്ലക്കിന്റെ ഒരു രണ്ടെണ്ണവും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഒരെണ്ണവുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ ഫിറോഷ തുഗ്ലക്ക്. അടുത്തത് ദിവാനെ ഖ്വാസ ഐ മാമലിക്. ഓക്കെ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പഠിക്കേണ്ട. ഇത് എന്തായിരുന്നു എന്ന് പഠിച്ചാൽ മതി. നിങ്ങൾ ക്വാസി ജുഡീഷ്യൽ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ക്വാസി ജുഡീഷ്യൽ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പോൾ
ഇതെന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആണ്. എങ്ങനെ കണക്ട് ചെയ്യാം? ക്വാസി ക്വാസി ജുഡീഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യാം. ഇനി ദിവാനെ മുഷ്താഖ് രാജ്. ഓക്കെ, ദിവാനെ മുഷ്താഖ് രാജ് മുഷ്ടി പിടിച്ച് കുത്തിന് കയറി പിടിച്ച് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നു? അരിയേഴ്സ് കളക്ട് ചെയ്യുന്നു. അരിയേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് മീനിങ് ഉണ്ട്. സപ്ലി അല്ല, വേറെന്താണ്? നമ്മൾ ഇപ്പോൾ പറയത്തില്ലേ, നമുക്ക് തരാനുള്ള പൈസ കുത്തിന് പിടിച്ച് വാങ്ങിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഇതില്ലേ, അങ്ങനെ ഓർക്കുക, അങ്ങനെ ഓർക്കുക. അപ്പൊ എന്ത് വരും? അരിയേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അരിയേഴ്സ്. ഇനി ആരുടെ ടൈമിലായിരുന്നു മാർക്കറ്റ് റീഫോമിനൊക്കെ പേര് കേട്ടത്? ഖിൽജിയുടെ ടൈമിൽ. അപ്പൊ ഖിൽജിയുടെ ആൾക്കാർ പോയി കുത്തിന് പിടിച്ച് പൈസ വാങ്ങിക്കുന്നു. സോ അലാവുദ്ദീൻ ഖിൽജിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അലാവുദ്ദീൻ ഖിൽജി. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു ദിവാനെ കോഹി. ഓക്കെ, കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിച്ചു. ഒരു കാര്യമില്ലായിരുന്നു, മണ്ടത്തരമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അങ്ങനെ പാടത്ത് പോയി കിളക്കട്ടെ അല്ലേ. നമ്മുടെ ഇതിലൊക്കെ പറയുന്ന പോലെ 10-40 വയസ്സ് വരെ കളിച്ച് കിടന്ന് ഇനിയിപ്പോ എവിടെ പോയാൽ ജോലി കിട്ടാനെന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, അതുപോലെയാന്ന് വിചാരിക്കാം, കോഹ്ലി എന്ന് വിചാരിക്കാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? പാടത്ത് പോയിട്ട് തെയ്യാറത്തോ ആ സാധനം അടിച്ചിട്ട് കൃഷി ചെയ്യും ആര്? കോഹ്ലി. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. ഇനി ഞാൻ പറഞ്ഞു വിരമിച്ചത് മോശം തീരുമാനം, മണ്ടത്തരം. മണ്ടത്തരം എന്ന് പറയുമ്പോൾ ആരായിരിക്കും? മുഹമ്മദ് ബിൻ തുഗ്ലക്. ആരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്. അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ടൈമിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കൂടെയാണ് ടൈമിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ സ്പെല്ലിംഗ് ഒക്കെ എഴുതുന്നില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്ഷ്യമായിട്ടാണ് എഴുതുന്നത്. ഞാനിത് പറയുന്നുണ്ട്, അത് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, കണക്ട് ചെയ്യുക. അടുത്താണ് ദിവാനെ ഇസ്തിയാഖ്. ഓക്കെ, ദിവാനെ ഇസ്തിയാഖ്. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻകം എന്ന് വിചാരിക്കുക. ഇൻഷ ഉണ്ട്, ഇൻഷ നമുക്ക് വേറെ കണക്ട് ചെയ്യാം. ഇത് ഐയിൽ തുടങ്ങുന്ന ഒരെണ്ണമല്ലേ. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻകം എന്ന് വിചാരിക്കുക. ഇൻകം എവിടെ നിന്ന് കിട്ടും? പെൻഷനിൽ നിന്ന് കിട്ടും. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെൻഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെൻഷൻ. ഓക്കെ, അതും ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ടൈമിലാണ് പറയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ദിവാനെ ഇൻഷ. ഇൻഷാല്ല എല്ലാം സെറ്റാന്ന് വിചാരിക്കുക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറസ്പോണ്ടൻസ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറസ്പോണ്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ റൂളർമാര്, അതുപോലെ തന്നെ സോവറൻ സ്റ്റേറ്റുകളൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറസ്പോണ്ടൻസ്. ഓക്കെ, അടുത്ത ദിവാനെ വസ്രിയാത്ത്. ഓക്കെ, ഡബ്ല്യു കാണുമ്പോൾ വെൽത്ത് എന്ന് ഓർക്കുക. ഡബ്ല്യു കാണുമ്പോൾ വെൽത്ത് എന്ന് ഓർക്കുക. വെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിനാൻസ്. വെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിനാൻസ്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ്. ഇനി അടുത്തത് ദിവാനെ ഖൈറത്ത്. ആപത്തിൽ പെട്ടവനെയൊക്കെ എന്ത് ചെയ്യും? നമ്മൾ കൈ കൊടുത്ത് സഹായിക്കും, കൈ കൊടുത്ത് സഹായിക്കും. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചാരിറ്റി. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പറയുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ടൈമിൽ ആ പുള്ളിയുടെ മണ്ടത്തരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ കാരണം അവിടുത്തെ ആൾക്കാർ കുറേയേറെ ദുരിതം അനുഭവിച്ചിരുന്നു. അപ്പോൾ ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ശേഷം വരുന്ന വ്യക്തിയാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. അപ്പോൾ ഈ ഫിറോസ് ഷാ തുഗ്ലക്ക് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ബാക്കിയുള്ള അവിടുത്തെ ജനങ്ങൾക്ക് ഒരു കൈത്താങ് പോലെയാണ് ഇങ്ങേര് വന്നതെന്ന് വിചാരിക്കുക. ആര്? നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്ക്. അപ്പൊ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്ക്, ഫിറോസ് ഷാ തുഗ്ലക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു നമ്മുടെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള മെയിനായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോക്കുക. ഇതിനെ ബേസ് ചെയ്ത് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതാണ് ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് മാത്രം നമ്മൾ ഇടാനുള്ള കാരണം. ഓക്കെ, താങ്ക് യു.